അൻവറെന്തേ പുള്ളിയുടെ ഒരു അഡ്രസ്സും ഇല്ലല്ലോ. ആ മൂപ്പര് ഇപ്പൊ കോൺഗ്രസിന്റെ മലയോര ജാഥയിൽ പങ്കെടുത്തോണ്ടിരിക്കല്ലേ. UDF നിരുപാധിക പിന്തുണ കൊടുത്തെങ്കിലും ആ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ലെങ്കിലും ഇവരുടെ എല്ലാ പരിപാടികൾക്കും പുള്ളി പിന്നാലെ പിന്നാലെ പോണ്ട്. കൂരായണമെന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ഇനിയെങ്കിലും വാതിൽ തുറക്കോ? PV അൻവറിന്റെ UDF നിരുപാധിക പിന്തുണ സംബന്ധിച്ച് നേതാക്കൾ തീരുമാനം എടുത്തില്ലെങ്കിലും അവരുടെ പിന്നാലെ പാവ ഇങ്ങനെ നടക്കാണ്. കോൺഗ്രസിനോടുള്ള ഇഷ്ടക്കൂടുതലുകൊണ്ട് മാത്രല്ല കേട്ടോ, പിണറായി സത്തോടുള്ള ദേഷ്യം കൊണ്ടുകൂടി പാവ ഇങ്ങനെ ഗതി കിട്ടാണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. ഈ പിണറായി സത്തെ താഴെറക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ആലോചിക്കുമെന്ന് പറഞ്ഞതാണ്. അതിന്റെ പ്രവൃത്തി പദത്തിലാണ്. എന്നിട്ട് എന്തായി അൻവറേട്ട, എന്തെങ്കിലും വല്ല നടക്കോ? കുറെ കാലായല്ലോ നിരുപാധിക പിന്തുണ പിണറായി സത്ത് ഇപ്പൊ താഴെ ഇറക്കുന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട്. എന്തെങ്കിലും പ്ലാൻ വർക്കൗട്ട് ആവോ? ഞാൻ നിരുപാധിക പിന്തുണയാണ് കൊടുത്തത്. ആ നിരുപാധിക പിന്തുണ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പറയുന്ന ഇന്നത്തെ സമരജാഥയിലൊക്കെ പങ്കെടുക്കുന്നത്. യെസ്, അതാണപ്പോ അടുത്ത പ്ലാൻ. കോൺഗ്രസിന്റെ മലയോര ജാഥയിൽ പങ്കെടുക്കണം, എന്നിട്ട് കോൺഗ്രസിനെ പൊക്കിയടിക്കണം. അതില് പിടിച്ച് കയറി കോൺഗ്രസ് നേതാക്കളുടെ കണ്ണിൽ ഉണ്ണിയായി മാറണം. ആ കൊള്ളാൻ വരട്ട, നൈസ് ഐഡിയ. ഒരു മലയോര മേഖലയിൽ MLA നിലക്ക് മലയോര കർഷകരുടെ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാനാണ് ഞാൻ എന്റെ MLA-ഷിപ്പ് ത്യജിച്ചത്. രാജിവെച്ച സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും കേരള പോലീസിലും ഒക്കെ അധോലോക ഗുണ്ടകളാണ്, അവരെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാജിവെക്കണെന്ന്. ഇപ്പൊ പറയണോ മലയോര ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് രാജിവെച്ചതെന്ന്. ആ മൂപ്പരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി പറഞ്ഞാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല. മുന്നണി തന്നെ ഇടയ്ക്കിടയ്ക്ക് മറന്നു. പിന്നെയാണ് എപ്പോഴോ പറഞ്ഞൊരു പ്രസ്താവന. ഞാൻ പറഞ്ഞു UDF നേതാക്കളുമായിട്ട് ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരുമായിട്ട് ആലോചിച്ച് അദ്ദേഹം ഈ ഒരു കോഴ്സിന് വേണ്ടി വരുന്നതല്ല, തീർച്ചയായും അദ്ദേഹത്തിന് പങ്കെടുക്കാം, അദ്ദേഹത്തിൽ അതിൽ പങ്കെടുക്കാൻ സമ്മതിച്ചു എന്ന് അത്രയും. അല്ല സതീശേട്ടാ, മലയോര ജാഥ മാത്രല്ല കേട്ടോ, അതുവഴി UDF-ലേക്കുള്ള കാര്യമൊന്നും പറഞ്ഞില്ല. നിരുപാധിക പിന്തുണയാണ് കേട്ടോ, അത് മറക്കരുത്. അതിനുവേണ്ടി ഞങ്ങളുടെ അൻവറേട്ടൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ഇനിയിപ്പോ അവിടെ ചെന്നാല് കാലത്ത് നിന്റെ എല്ലാ തുണികളും എടുത്തുകൊണ്ട് ഞാൻ വാഷ് ചെയ്യും, നിനക്ക് ബെഡ് കാഫി തരും, പിന്നെ ലഞ്ച് ഡിന്നർ. ഇനി നീ എന്നെ ഇപ്പൊ തല്ലിയെ പോലും ഞാൻ മറന്നിട്ട് അക്ഷരം മിണ്ടില്ല. അടച്ചിട്ടില്ല തുറന്നിട്ടില്ല എന്നല്ലേ പറഞ്ഞു, മനസ്സിലായി? അല്ല ചർച്ച അത് അത് ഞാൻ പറഞ്ഞു ഉചിതമായ സമയത്ത് അതിന്റെ തീരുമാനം വരും, ഉചിതമായ സമയത്ത്. എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് ദാസാന്നൊക്കെ പറയണത് കൊള്ളാം. ഇതിപ്പോ എത്ര കാലായി സതീശേട്ടാ? പരസ്യമായിട്ട് മൂപ്പര് നിങ്ങളോട് മാപ്പ് പറഞ്ഞില്ലേ? കോൺഗ്രസിന് ഇടയ്ക്കിടയ്ക്ക് പൊക്കി പറയണില്ലേ? പിണറായി സർക്കാരിന് ഇടയ്ക്കിടയ്ക്ക് ചീത്ത വിളിക്കണില്ലേ? എന്നിട്ട് എന്തായി? ഇതിൽ കൂടുതൽ വേറെ എന്ത് ക്വാളിഫിക്കേഷൻ വേണം സതീശേട്ടാ? UDF തീരുമാനിക്കും. ഇപ്പൊ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നു, ഞാൻ എല്ലാ പ്രധാന കോൺഗ്രസ് നേതാക്കന്മാരായിട്ട് ആലോചിച്ചു, UDF നേതാക്കന്മാരായിട്ട് ആലോചിച്ചു. ഞാൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാറില്ല, ഞങ്ങളുടെ തീരുമാനമാണ്. ഞാൻ അറിയിച്ചു ആ തീരുമാനം, അങ്ങനെ ചെയ്യുള്ളൂ. നേതാക്കളായിട്ട് ആലോചിക്കണം എന്നാ ഒന്ന് പോ സതീശേട്ടാ, തമാശ പറയാണ്ട്. നിങ്ങളൊരു കൊച്ചു ഏകാധിപതിയാണെന്നും പാർട്ടിയിലെ മിക്ക കാര്യങ്ങളും നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ് തീരുമാനിക്കണമെന്നും ആർക്കും അറിയാൻ പാടില്ലാത്തത്. അതുകൊണ്ട് അൻവറേട്ടന്റെ കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് പ്ലീസ്. ആ പറഞ്ഞതിൽ എല്ലാം ഉണ്ട്. മറ്റേ അടച്ചിട്ടില്ല തുറന്നിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്, മനസ്സിലായില്ലേ? ഓപ്പണാണ് അൻവറേട്ടാ, പറഞ്ഞു കേട്ടില്ലേ? ഓപ്പൺ ആണെന്ന്. വേറെ എന്ത് വേണം? സന്തോഷായില്ലേ? അടച്ചിട്ടില്ല തുറന്നിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്, മനസ്സിലായില്ലേ? ഓപ്പണാണ്. സതീശേട്ടൻ ഇത്ര തുറന്നു പറഞ്ഞില്ലേ? മതി മതി, ഇത് മതി, ബാക്കി അൻവറേട്ടനെ ഏറ്റു. അപ്പൊ ഇനി മലയോര ജാഥയിൽ കാണാം. ഔ എന്താ സ്നേഹം, എന്താ ഐക്യം. അൻവറേട്ടാ തുടങ്ങിക്കോ. മലയോര ജനതയെ കുറിച്ച് പറഞ്ഞില്ലെങ്കിലും UDF-നെ പൊക്കി പറയാൻ മറക്കല്ലേട്ടാ. കേരളത്തിൽ UDF അധികാരത്തിൽ വരാൻ പോകുകയാണ്, ഒരു സംശയമില്ല. ഞാൻ വരാൻ പോകുന്ന ആ ഗവൺമെന്റിനോട് ഇപ്പോഴേ അഭ്യർത്ഥിക്കുകയാണ്. 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി UDF-നുണ്ടാകുമ്പോ ആ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ 13 സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ പോയി കണ്ട് 1972 ഈ വന്യമൃഗ സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്താനുള്ള തീരുമാനത്തിലേക്ക് ഈ സംസ്ഥാനങ്ങളെ നയിക്കാൻ വരാനിരിക്കുന്ന UDF-ന്റെ മുഖ്യമന്ത്രിക്ക് കഴിയട്ടെ. അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് ആത്മാർത്ഥമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സംഭവമൊക്കെ കൊള്ളാം, പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ഈ പറഞ്ഞ വരാനിരിക്കുന്ന മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ കോൺഗ്രസിൽ അടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അൻവറേട്ടൻ അതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ എല്ലാരും മലയോര ജാഥയിൽ നിൽക്കാണ്, മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാണ്. അല്ല നമ്മുടെ മിനിസ്റ്റർ എന്തേ? പാട്ടും കൂത്തും ഫാഷൻ ഷോ ഒക്കെ കഴിഞ്ഞെങ്കിൽ ഈ കാര്യത്തിൽ ഒരു തീരുമാനമാക്കോ? അല്ല ഈ വന്യമൃഗങ്ങൾ എന്താണ് എപ്പോഴും ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നത്? ഇപ്പോ നിങ്ങള് മന്ത്രി ആയോണ്ടാണെന്ന്?
തമാശക്കാരൻ. ഈ കാര്യത്തിൽ വേഗം തീരുമാനാക്കിക്കോട്ടെ. അപ്പുറത്ത് കണ്ടല്ല മലയോര ജാഥ എന്ന് പറഞ്ഞിട്ട് സതീശ് ചേട്ടനും സുധാകരൻജിയും കൂടെ നിങ്ങൾക്കെതിരെ ആഞ്ഞടിക്കണം. ആ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുൻ വനം മന്ത്രി കൂടിയായ KPCC പ്രസിഡന്റ് പറഞ്ഞത് എന്താണ് എന്ന് നിങ്ങളും കേട്ടിട്ടുണ്ട്. ഞാനത് പറയണ്ടല്ലോ, അല്ലാതെ പറയണോ? ഞാൻ പറയുന്നേ ഇതൊക്കെ ഒരു രസല്ലേ മിനിസ്റ്ററെ? ഇതിനകത്ത് നിങ്ങളൊക്കെ കേട്ടതല്ലേ. അദ്ദേഹം പറഞ്ഞത് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നല്ലേ പറഞ്ഞ. അതിന്റെ അർത്ഥം എന്താ? അതാ വേണ്ടാത്ത പണിയാന്നാ. ഞാനത് പറയാതിരിക്കാനാണ് ഞാനത് പറയാത്തത്. കാല് കൊണ്ട് അടിച്ച് ചവിട്ടി 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 മണ്ണിട്ട് മണ്ണ് നേത്തി ആന അകത്ത് കയറി ആന പോയി. നമ്മളെ പിന്നെ അവിടെ പണി നിർത്തി. ഇവനെനിക്ക് ഒന്നും നടക്കൂല എന്ന് മനസ്സിലായപ്പോ ഞങ്ങൾ ആ പണി നിർത്തി. UDFന്റെ മലയോര ജാഥ ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. കോൺഗ്രസ് അടുത്തതായിട്ട് അധികാരത്തിൽ വരും. കോൺഗ്രസിന്റെ അടുത്ത മുഖ്യമന്ത്രി ഈ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കണം എന്നാണ് അന്തരേട്ടന് പറയാനുള്ളത്. ഈ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കണോ അതോ എന്റെ പൊന്ന് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അടി ഉണ്ടാക്കാനായിട്ട് അടുത്ത ആളും കൂടി എത്തിയല്ലോ എന്നാണാവോ ഇവരുടെയൊക്കെ മനസ്സിലുള്ളത്? ആർക്കറിയാം. പാലക്കാട് എലപ്പുള്ളിയിലെ സർക്കാരിന്റെ മദ്യനിർമ്മാണ പ്ലാന്റിന്റെ പ്ലാൻ നൈസായിട്ട് പാളണ പോലെ ഉണ്ട്. അല്ല, മന്ത്രിസഭ അനുമതി നൽകിയ ഈ ഒരു തീരുമാനത്തിനെതിരെ സ്വന്തം മുന്നണിയിൽ തന്നെ എതിർപ്പ്. അവരത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. വലതുപക്ഷ നയങ്ങളെ ചോദ്യം ചെയ്യുന്നതും വലതുപക്ഷ വികസന മാർഗത്തെ അംഗീകരിക്കാത്തതും ഇടതുപക്ഷ വികസനം വന്നാൽ അത് ജനപക്ഷ വികസനമാണെന്ന് തെളിയിക്കാൻ പോകുന്നതുമാകണമെന്ന് നിർബന്ധമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോഴേ ഈ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് ആകുമെന്ന് പാർട്ടി കരുതുന്നു. ബിനോയ് വിശ്വം സഖാവിനെ നോക്കി ഇനി ആരും കണ്ണൂട്ടാൻ നിൽക്കണ്ട. CPIക്ക് മാത്രമല്ല RJD അടക്കമുള്ള എല്ലാ ഘടകകക്ഷികൾക്കും ഈ കാര്യത്തിൽ എതിർപ്പുണ്ട്. ഇപ്പോൾ ബ്രൂവറി അനുവദിക്കുന്നതിന് ആധാരമായ ഈ എക്സൈസ് പോളിസി LDFിൽ വെച്ചിട്ടില്ല. LDFിൽ വെക്കാതെ എങ്ങനെയാണ് ഒരഭിപ്രായം പറയുക? അല്ല, അത് പിന്നെ മുഖ്യമന്ത്രി MP രാജേഷും വേണ്ട തീരുമാനങ്ങളൊക്കെ എടുത്തില്ലേ. മാത്രമല്ല ഗോവിന്ദ മാഷിന്റെ വക മഴവെള്ള സംഭരണി പ്ലാനും റെഡി. ഇനിയിപ്പോ നിങ്ങളെ പോലുള്ള ഘടകകക്ഷികളുടെ അഭിപ്രായമൊന്നും ഞങ്ങളുടെ കോൺഗ്രസിന് ആവശ്യമില്ല. LDFിൽ 11 രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ആ LDF യോഗത്തിൽ അത് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഗുണവും തെറ്റും മേന്മകളും മനസ്സിലാക്കി നമുക്കൊരു കൺസിഡേർഡ് ഒപ്പീനിയൻ രൂപീകരിക്കാൻ സാധിക്കും. പക്ഷേ ഈ എക്സൈസ് പോളിസി LDFിൽ വെക്കാതെ നേരെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുപോവുകയും മന്ത്രിതലത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് ശരിയായ നടപടിയല്ല. എന്ത് ഘടകകക്ഷികൾക്ക് ഇത്രയ്ക്ക് ധൈര്യോ? ഈ നടപടി ശരിയല്ല എന്ന് പറയാനും മാത്രം ധൈര്യോ? ഇതൊന്നും ഇവിടെ നടക്കില്ല കേട്ടോ. ഈ വിഷയത്തില് നിങ്ങളുടെ കാര്യത്തില് ഗോവിന്ദ മാഷ് പുച്ഛം പാരി വിതറരുത് എല്ലാവരും ഒന്ന് കേട്ടതാണല്ലോ അല്ലേ? ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ആരും എതിർപ്പൊന്നുള്ളതല്ല. ഗവൺമെൻറ് നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഗവൺമെൻറ് സമീപനം ഗവൺമെൻറ് പറയും. ആ ഗവൺമെൻറ് സമീപനത്തിൻ്റെ ഭാഗമായിട്ട് പാർട്ടി കണ്ടിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. LDFിലെ ഘടകകക്ഷികളുടെ ആശങ്കകളും ആവലാതികളും CPI നേതാക്കൾ മനസ്സിലാക്കുന്നില്ലെങ്കിലും അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കൂട്ടരവടിയുണ്ട്. ആരാ? കോൺഗ്രസ്സുകാര്. ഘടകകക്ഷികളെ പോലും വിശ്വാസത്തിലെടുക്കാതെ, മന്ത്രിസഭ അംഗങ്ങളെ പോലും വിശ്വാസത്തിലെടുക്കാതെ ഒരു വകുപ്പുകളും അറിയാതെ നടത്തിയിട്ടുള്ള ഒരു നീക്കമാണ്. അല്ല ചെന്നിത്തലാജി, അപ്പൊ വേറൊരു കാര്യം ചോദിക്കട്ടെ. LDFിലെ ഘടകകക്ഷികളോട് ഇത്രയും സ്നേഹം കാണിക്കണോണ്ട് ചോദിക്കണതാ. നിങ്ങളുടെ ഘടകകക്ഷികളൊക്കെ എന്തേ? അല്ല, നിങ്ങളൊക്കെ ആയിട്ട് അടിപിടിയായിട്ട് പരാതി കൊടുക്കാൻ വേണ്ടി അവരെല്ലാരും കൂടെ ICCക്ക് പോയിന്ന് ഒരു ടോക്ക് കേട്ടല്ലോ. ഈ കോൺഗ്രസിന്റെ തർക്കങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് UDFിലെ മറ്റ് ഘടകകക്ഷികൾ AICCയെ സമീപിച്ചു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. എനിക്കറിയില്ല. അതെ, പിണങ്ങി പോയി. അത് വിട്. അപ്പൊ മദ്യനിർമ്മാണം മുന്നണിക്ക് ഹാനികരായിട്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് പ്രതിപക്ഷം, മറുഭാഗത്ത് ഘടകകക്ഷികള്, നടുവില് കൂസലില്ലാണ്ട് നമ്മുടെ കോമ്രേഡ്സും. പ്രതിപക്ഷത്തിന്റെ കാര്യം പോട്ടെ, കൂടെ നിൽക്കണ ഘടകകക്ഷികളുടെ ആശങ്കകളെങ്കിലും നമ്മുടെ കോമ്രേഡ്സ് മൈൻഡ് ആക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.